ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറി ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പൂർത്തീകരിച്ചുകൊണ്ട് മെയ് മാസത്തെ റേഷൻ വിതരണം 6/5/2025 മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും മെയ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് 2025 മെയ് മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന AAY അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾ. AAY റേഷൻ കാർഡിന് 30 കിലോഗ്രാം അരിയും 3 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ. PHH റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം സബ്സിഡി NPS അഥവാ നീല റേഷൻ കാർഡുകൾ. NPS റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS റേഷൻ കാർഡിന് അധിക വിഹിതമായി 3 കിലോഗ്രാം അരി 10 രൂപ 90 നിരക്കിൽ അധികമായി ലഭിക്കും. പൊതുവിഭാഗം NPNS അഥവാ വെള്ള റേഷൻ കാർഡുകൾ. NPNS റേഷൻ കാർഡിന് 6 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള NPI അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ. NPI റേഷൻ കാർഡിന് 2 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 നിരക്കിൽ ലഭിക്കും. കൂടാതെ നിങ്ങൾ പത്ര, ദൃശ്യ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകളാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സത്യസന്ധമായിട്ടുള്ള വാർത്തകളും നേരായിട്ടുള്ള അറിയിപ്പുകളും സർക്കാർ ഉത്തരവുകളും കൃത്യമായി അറിയുന്നതിന് വേണ്ടി സകലതും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാർ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഉത്തരവുകൾ അനുസരിച്ച് സത്യസന്ധമായിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ് നമ്മുടെ ഈ ചാനലിൽ വരിക. റേഷൻ മണ്ണെണ്ണ ലഭിക്കും എന്നുള്ള പത്ര, ദൃശ്യമാധ്യമ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ളൊരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഉത്തരവ് വരുന്ന മുറക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. മണ്ണെണ്ണയുടെ വിതരണം ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ആരംഭിക്കാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തരണം ചെയ്തതിനു ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരം എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ സ്റ്റോക്ക് എത്തുന്ന മുറക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന റേഷൻ കാർഡുകളിൽ മണ്ണെണ്ണയുടെ വിതരണം ആരംഭിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള വാർത്തകളിലും കുപ്രചരണങ്ങളിലും നിങ്ങൾ പെടാതിരിക്കുക. അതുപോലെ തന്നെ തെറ്റായി നിങ്ങളിലേക്ക് എത്തുന്ന വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. മറ്റുള്ള ആളുകളിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശം നൽകാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.